ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അലീന. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ അത്തറും വീഞ്ഞും എന്ന് പറഞ്ഞ സ്റ്റോറിയുടെ സെക്കൻഡ് പാർട്ടായിട്ടാണ്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. ആൻറ്റിമാരിൽ കുറേ പേരുണ്ട്. എനിക്ക് കേട്ടറിവാണ് സ്നേഹം ലഭിക്കുന്നില്ല എന്ന്. പിന്നെ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ആളില്ലാത്തതും ഓപ്പണായി പറയാൻ നല്ലൊരു സുഹൃത്തില്ലാത്തതുമാണ് പലർക്കും പ്രശ്നം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ഒരവസ്ഥ ഞങ്ങളിൽ ചില ചെക്കന്മാർക്കുമുണ്ട്. ആത്മാർത്ഥമായി പ്രണയിക്കാൻ ചിലപ്പോൾ പെൺപിള്ളേരെ കിട്ടില്ല. പക്ഷേ വേറെ പലതിനും റെഡിയാണ് ഇന്നത്തെ പെൺപിള്ളേരിൽ പലരും. എല്ലാവർക്കും പണം മാത്രം മതി എന്ന പോലെയാണ്. ഞങ്ങളെപ്പോലുള്ള ചില ആൺകുട്ടികളും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും മനസ്സുകൊണ്ട് കൊതിക്കുന്നവരാണ്. സൗഹൃദം എന്നത് മനോഹരമായൊരനുഭൂതിയാണ്. അതിൽ തന്നെ ഒരാൾക്ക് പ്രിയപ്പെട്ടതാവുക എന്നത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അനുഭവമാണ്. പിന്നെ ആൻറ്റിമാർ ആകുമ്പോൾ ഒരു പ്രത്യേക ലുക്കും ഫീലുമൊക്കെ, അതുപോലെ ആഗ്രഹങ്ങളും. അത് കേട്ടതും ആൻറ്റി പൊട്ടിച്ചിരിച്ചു. അപ്പോൾ ഞാൻ വീണ്ടും തമാശ രൂപേണ പറഞ്ഞു, എന്താ കള്ളി ഇങ്ങനെ ചിരിക്കുന്നത്? അപ്പോൾ എന്നെ തല്ലാനായി ആൻറ്റി മുന്നോട്ടാഞ്ഞതും കാല് തെന്നി എൻ്റെ ദേഹത്തേക്ക് വീണു. ആൻറ്റി ആകെ വെപ്രാളപ്പെട്ട് എഴുന്നേറ്റു. ആൻറ്റിക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നറിയത്തില്ല. എന്നോട് പോയി കുളിച്ചിട്ട് വാ, ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് റൂമിലേക്ക് പോയി. ഞാനും ആകെ എന്തോ പോലെ ആയിപ്പോയി ആൻറ്റി പെട്ടെന്ന് അങ്ങോട്ട് പോയപ്പോൾ. അതിനുശേഷം ഭക്ഷണം കഴിച്ചപ്പോഴൊക്കെ അങ്കിളും ഉണ്ടായിരുന്നു. ഞങ്ങൾ നോർമലായി എല്ലാ കാര്യങ്ങളും സംസാരിച്ച് ചിരിച്ച് കളിച്ച് അവിടെ വിശേഷങ്ങൾ പറഞ്ഞിരുന്നു. ശേഷം ഗുഡ് നൈറ്റ് പറഞ്ഞ് ഞാനും റൂമിലേക്ക് വന്നു. ഒരു 10 മണിയായപ്പോൾ ആൻറ്റിയുടെ മെസ്സേജ് വന്നു. എടാ, നീ ഉറങ്ങിയോ? ഞാൻ പറഞ്ഞു, ഇല്ല ആൻറ്റി, എന്തു പറ്റി? ആൻറ്റി പറഞ്ഞു, ഓ ഒന്നുമില്ലടാ, ചുമ്മാ അയച്ചതാ. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ പരിപാടി? ഡേറ്റിംഗ് ആപ്പിൽ അങ്കിൾമാരെ സെർച്ച് ചെയ്യുകയാണോ? ആൻറ്റി, പോടാ അവിടുന്ന്, നിനക്ക് നല്ല അടി തരും. ഞാൻ പറഞ്ഞു, അതെനിക്ക് കുറച്ച് മുന്നേ കിട്ടിയായിരുന്നല്ലോ, അങ്ങനെയാണെങ്കിൽ ഇനിയും തന്നോളൂ. ആൻറ്റി, എടാ സോറി, എൻ്റെ കാല് തെന്നിയപ്പോൾ അറിയാതെ വീണതാ. ഞാൻ, അത് സാരമില്ല, ഇനിയും വീഴാൻ ഞാൻ പ്രാർത്ഥിക്കാം. ആൻറ്റി, ഈ ചെക്കൻ്റെ കാര്യം, പോയി കിടന്നുറങ്ങടാ. ഞാൻ പറഞ്ഞു, ഓ ഞാൻ പൊക്കോളാവേ, ഞാൻ പോയാലല്ലേ സൈറ്റിൽ കയറി അങ്കിൾമാരെ സെർച്ച് ചെയ്യാൻ പറ്റുള്ളൂ. എന്നെ ബോയ് ഫ്രണ്ടായിട്ടൊന്നും വേണ്ടല്ലോ, ഞാൻ പോവുക. ആൻറ്റി, ഓ ഈ ചെറുക്കനെ കൊണ്ട് ഞാൻ തോറ്റു. ഞാൻ നിൻ്റെ ദേഹത്തേക്ക് വീണത് എനിക്ക് പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ടായിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് റൂമിൽ നിന്നും പോയത്. ഞാൻ പറഞ്ഞു, എനിക്കും പെട്ടെന്ന് ആൻറ്റി പോയപ്പോൾ ഒരു വല്ലായ്ക തോന്നി. ഞാൻ ചെയ്തത് ഇനി ഇഷ്ടമായില്ല എന്ന്. ആൻറ്റി, ഇഷ്ടക്കുറവിൻ്റെ അല്ലടാ, ഈ പ്രായത്തിൽ ഇനി അതൊന്നും ശരിയാവില്ല. ഞാൻ, ആൻറ്റി, ലൈഫ് ഒന്നേ ഉള്ളൂ. ആൻറ്റിക്ക് എൻജോയ് ചെയ്ത് ജീവിക്കാനുള്ള എല്ലാ അവകാശവുമുണ്ട്. ആൻറ്റി റിട്ടയർഡായി വെൽ സെറ്റിൽഡാണ്. മക്കളുടെ കാര്യങ്ങളെല്ലാം തീർന്നു. ഇനി ഇഷ്ടമുള്ള പോലെ പരാതികളില്ലാതെ ജീവിക്കുക. ഞാൻ ആൻറ്റീനെ ഒരു കാര്യത്തിനും ഫോഴ്സ് ചെയ്യുന്നതല്ല. ഇത്രയും നാൾ ഞാൻ ആൻറ്റീനെ വേറൊരു രീതിയിൽ കണ്ടിട്ടുമില്ല. പക്ഷേ ഇന്നെല്ലാം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ആൻറ്റിയോട് അട്രാക്ഷൻ തോന്നി. ആൻറ്റി, പോടാ, നിനക്ക് എന്നോട് അട്രാക്ഷൻ തോന്നാനും മാത്രം എന്തുവാ ഉള്ളത്? അട്രാക്ഷൻ തോന്നാൻ നിനക്ക് എന്നെപ്പോലുള്ള ഈ കിളവിയെ കിട്ടിയുള്ളൂ. ഞാൻ, ആൻറ്റി, ഇത്രയും നാൾ ഞാൻ ആൻറ്റീനെ വേറൊരു രീതിയിലും കണ്ടിട്ടില്ല. ഒരു ബഹുമാനമായിരുന്നു. ബഹുമാനം ഇപ്പോഴും ഉണ്ട്. എന്നാൽ ഇന്ന് നമ്മളെല്ലാം സംസാരിച്ച് ആൻറ്റിയുടെ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഞാൻ ആൻറ്റീനെ ശ്രദ്ധിച്ചു. എന്ത് ശ്രദ്ധിച്ചു? എല്ലാ കാര്യങ്ങളും. ആൻറ്റി, എന്താ ഇത്ര ശ്രദ്ധിക്കാനുള്ളത്? ഞാൻ രണ്ടും കൽപ്പിച്ചങ്ങ് പറഞ്ഞു. ആൻറ്റി ഈ പ്രായത്തിലും സൂപ്പറാണ് കാണാൻ. ആൻറ്റി, എന്തൊക്കെയാണ് ഈ ചെക്കൻ പറയണേ? നീ എന്നെ കളിയാക്കാതെ പോയേ. ഞാൻ, ആൻറ്റി, ഞാൻ സത്യമാണ് പറഞ്ഞത്. ആൻറ്റി വേണമെങ്കിൽ കണ്ണാടിയുടെ മുന്നിൽ പോയി ഒന്ന് ഷേപ്പൊക്കെ നോക്ക്.
നല്ല നല്ല ഡ്രസ്സിങ്ങിൽ ആൻറ്റി വന്നാൽ ആർക്കും ക്രഷടിച്ചു പോകും ആൻറ്റിയോട്. അതുകൊണ്ടാണ് എനിക്കും അങ്ങനെ ഒരു അട്രാക്ഷൻ തോന്നിയത്. കുറച്ചു നേരം ആൻറ്റി ഒന്നും മിണ്ടിയില്ല. ഞാൻ വീണ്ടും മെസ്സേജ് അയച്ചു. ആൻറ്റി ഉറങ്ങിപ്പോയോ? ആൻറ്റി: ഇല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നു. ഓരോ കാര്യങ്ങൾ നീ പറഞ്ഞത് ശരിയാണ്. ലൈഫ് ഒന്നേ ഉള്ളൂ. പക്ഷേ ഞാൻ ഒരു പക്ഷേയുമില്ല. ആൻറ്റിക്ക് ഇതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. സംശയമുണ്ടോ? ആൻറ്റി: എനിക്കറിയില്ല. ഞാനിങ്ങനെ ഒന്നും ആലോചിച്ചിട്ട് പോലുമില്ല. ആൻറ്റി മെസ്സേജ് അയച്ചു. പോടാ, പോയി കിടന്നുറങ്ങാൻ നോക്ക്. സമയം ഒരുപാടായി. ശരി എന്നാ, ഗുഡ് നൈറ്റ്. ഞാൻ അല്പം നിരാശയോടെ പറഞ്ഞു. ആ സൂപ്പർ. വിളിച്ചു വരുത്തി ഇലയിട്ടിട്ട് ചോറില്ല എന്ന് പറഞ്ഞ പോലെയായി. എന്തായാലും കൊള്ളാം. ഗുഡ് നൈറ്റ്. ആൻറ്റി ചിരിക്കുന്ന ഒരു സ്മൈലി അയച്ചിട്ട് പോയി. ഞാനാണെങ്കിൽ ആൻറ്റിയോട് സംസാരിച്ച് നല്ല മൂഡിലായിരിക്കുകയായിരുന്നു. എന്നാൽ പിന്നെ എന്തെങ്കിലും കണ്ട് ഒന്ന് നേരം കളഞ്ഞേക്കാമെന്നോർത്ത് ഫോണിൽ കുത്തിക്കൊണ്ടിരുന്നപ്പോൾ ഡോറിൽ ഒരു തട്ടൽ കേട്ടു. ഞാൻ തുറന്നപ്പോൾ ആൻറ്റി ഡോറിൻ്റെ ഫ്രണ്ടിൽ. എനിക്ക് മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയെന്ന്. അപ്പോൾ പറഞ്ഞു, ഒന്നുമില്ല, ഉറക്കം വന്നില്ല. നീ ഉറങ്ങിയില്ലല്ലോ, അതുകൊണ്ട് ചുമ്മാ താഴത്തേക്ക് വന്നതാണ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും ബെഡിൽ വന്നിരുന്നു. വീണ്ടും ഞങ്ങൾ സംസാരം തുടർന്നു. ആൻറ്റി ഒരു നൈറ്റി ആയിരുന്നു വേഷം. ആൻറ്റിയെ കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു സന്തോഷം തോന്നി. പക്ഷേ ഞാനത് മുഖത്ത് കാണിച്ചില്ല. വീണ്ടും ഞങ്ങൾ പഴയ ടോപ്പിക്കിലേക്ക് തന്നെ വന്നു. ആൻറ്റി ചോദിച്ചു, നിനക്ക് എങ്ങനെയാ ഇതൊക്കെ അറിയാവുന്നേ? നീ ഇതിനു മുന്നേ ആരെയെങ്കിലുമായി ഡേറ്റ് ചെയ്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഉണ്ട്. എൻ്റെ ആദ്യത്തെ ഡേറ്റിങ് ഒരു 47 വയസ്സുള്ള ഒരു ആൻറ്റിയുമായിട്ടായിരുന്നു. പേര് ധന്യ. ആൻറ്റി എന്നെ മിഴിച്ചു നോക്കി. ഞാൻ തുടർന്നു. ആ ആൻറ്റിയുടെ ഹസ്ബൻഡ് ഭയങ്കര വർക്കഹോളിക് ആയിരുന്നു. കെയറിങ് ഒന്നുമില്ല. കുറച്ചു നേരം സംസാരിക്കുക കൂടിയില്ല. ധന്യ ആൻറ്റി ആണെങ്കിൽ എല്ലാവരുമായി സോഷ്യലായി ഇടപഴകുന്ന ആളാണ്. അങ്കിൾ റിസർവ്ഡ് ടൈപ്പാണ്. ഞങ്ങൾ കൂട്ടായി ശരിക്കും എൻജോയ് ചെയ്തു. ദൂരെയുള്ള ബീച്ചിൽ പോയി, സിനിമ കാണാൻ പോയി. ശരിക്കും കാമുകന്മാരെ പോലെ കടൽ തീരത്തിരുന്ന് കടല കുറിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ആൻറ്റി എന്നെ ഇപ്പോഴും വിളിക്കാറുണ്ട്. ആൻറ്റിയുടെ മുഖം എന്തു പറയണമെന്നറിയാതെ എന്തോ ആലോചിച്ചു കൊണ്ടിരുന്നു. ഞാൻ തട്ടി വിളിച്ചു, ഇത് ഏത് ലോകത്താ എന്ന് ചോദിച്ചു. ആൻറ്റി പറഞ്ഞു, ഒന്നുമില്ലടാ, ഞാൻ ഓരോന്ന് ആലോചിച്ചിരുന്നതാ. ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ? എന്താടാ? ആൻറ്റി ചോദിച്ചു. ആൻറ്റിക്ക് ഞാനുമായി ഡേറ്റിങ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ? നീ പോടാ അവിടുന്ന്. അങ്ങനെയൊന്നുമില്ല. നീ എൻ്റെ മക്കളേക്കാൾ ഇളയതാ. ഞാൻ: പ്രായമാണ് പ്രശ്നം, അല്ലാതെ ആഗ്രഹത്തിന് കുറവൊന്നുമില്ലല്ലേ? ആൻറ്റി: പോടാ, അങ്ങനെയൊന്നുമില്ല. ഞാൻ: ആൻറ്റി, പ്രായത്തിൻ്റെ പ്രശ്നം നോക്കണ്ട. ഞാൻ നിർബന്ധിക്കുന്നുമില്ല. പക്ഷേ ആൻറ്റി ഇപ്പോൾ സ്വയം ഒന്ന് ചോദിച്ചു നോക്കിയാൽ അറിയാം ആൻറ്റിയുടെ ആഗ്രഹം എന്തുമാത്രമുണ്ടെന്നുള്ളത്. ആൻറ്റി: നീ പറഞ്ഞത് ശരിയാ. എനിക്ക് ആകെ മൊത്തം ബോഡിയിൽ ഒരു ചേഞ്ച് തോന്നുന്നുണ്ട്. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. ഞാൻ പറഞ്ഞു, ആൻറ്റി പേടിക്കൊന്നും വേണ്ട. ഇതെല്ലാം കേട്ടപ്പോൾ ആൻറ്റിക്കുള്ളിലൊരു തോന്നലുണ്ടായി. പക്ഷേ മക്കളേക്കാൾ പ്രായം കുറഞ്ഞ ഒരാളുടെ കൂടെയാണല്ലോ ഇതെല്ലാം പറയുന്നത് ആലോചിച്ചപ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടാണ്. എനിക്ക് ഓക്കെയാണ്. ആൻറ്റിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ചെയ്യണ്ട. അല്ലെങ്കിൽ റൂമിൽ പൊക്കോ. അവിടെ പോയിരുന്ന് എന്തേലുമൊക്കെ ചെയ്ത് നോക്ക്. ഞാൻ എന്തിനും ഓക്കെയാണ്. ആൻറ്റി പറഞ്ഞു, നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എനിക്കിതൊന്നും പറ്റില്ല. എന്തോ ആകെ ഒരു ബുദ്ധിമുട്ട് പോലെ. ഇത് പറയുമ്പോൾ ആൻറ്റിയുടെ ശ്വാസഗതി കൂടുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഉമ്മാടെ അജു എന്ന് വിളി വന്നു. ഞാൻ ഓർമ്മകളിൽ നിന്നുണർന്നു. ഒരു കാര്യമുണ്ട്. മാമ ഗൾഫിൽ നിന്നും നാട്ടിലോട്ട് വന്ന ഒരു കൂട്ടുകാരൻ്റെ കയ്യിൽ കുറച്ച് സാധനങ്ങൾ കൊടുത്തു വിട്ടിരുന്നു. അയാളുടെ വീട് കോഴിക്കോടാണ്.
വേറെ ആരെയെങ്കിലും ഈ സാധനം മേടിക്കാൻ പറഞ്ഞു വിട്ടാൽ അതിൻ്റെ ഒരു പങ്ക് അവർക്കും കൊടുക്കേണ്ടി വരുമല്ലോ എന്ന കാരണത്താൽ അമ്മായി തന്നെ ആ സാധനങ്ങൾ മേടിക്കാൻ വെളുപ്പിനെ പുറപ്പെട്ടു. ആര് വന്നാലും വാതിൽ തുറക്കരുത്, എന്തുണ്ടെങ്കിലും അപ്പോൾ തന്നെ വിളിക്കണം. അങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടാണ് റുക്സാനയെ വീട്ടിൽ തനിച്ചാക്കിക്കൊണ്ട് അമ്മായി എവിടെയെങ്കിലും പോകുന്നത്. ഉമ്മ വീട്ടിൽ കുറച്ച് പായസം ഉണ്ടാക്കിയത് അമ്മായിക്ക് കൊണ്ട് കൊടുത്തേക്കെന്നും പറഞ്ഞ് എന്നെ അങ്ങോട്ട് അയച്ചു. ഞാൻ അവിടെ ചെന്ന് ബെല്ലടിച്ചപ്പോൾ റുക്സാന ജനൽ കൂടി ആരാണ് പുറത്തുനിന്ന് നോക്കുന്നത് കണ്ടു. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അമ്മായി ഇവിടെ ഇല്ല എന്ന്. എന്നെ കണ്ടപ്പോൾ തന്നെ റുക്സാന വളരെ സന്തോഷത്തോടെ വന്ന് ഡോറ് തുറന്നു. ആ, ഇക്കാക്ക ആയിരുന്നോ? വാ, അകത്തോട്ട് കയറി വാ, ഇവിടെ ഇരിക്കേ. ഇക്കാക്ക് ഷാർജ ഷെയ്ക്ക് വേണോ? ഞാനതുണ്ടാക്കാൻ പോകുമായിരുന്നു. ഇതെന്താ കയ്യിൽ? ഞാൻ റുക്സാന പറഞ്ഞ പകുതി കാര്യങ്ങൾ കേട്ടു, ബാക്കി പകുതി കേട്ടില്ല. കാരണം എൻ്റെ നോട്ടം അവളിലായിരുന്നു. സാധാരണ പെണ്ണുങ്ങൾ വീട്ടിലിടുന്ന പോലത്തെ പാവാടയും ബനിയനും തന്നെയാണ് ഇവളും ഇട്ടിരിക്കുന്നത്. എന്നാലും എന്തൊരു സുന്ദരിയാണിവള്. അവളൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഷാർജ ഷെയ്ക്കുമായിട്ട് വന്നു. ഞാൻ ചോദിച്ചു, അമ്മായി എവിടെ പോയേക്കുവാടി? റുക്സാന, ഉമ്മച്ചി കോഴിക്കോട് പോയിരിക്കുകയാണ് ഇക്കാക്ക. ഞാനിത് ഇക്കാക്കാനോട് പറഞ്ഞെന്ന് പറയണ്ടാട്ടോ. ആരെങ്കിലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉമ്മച്ചി സാധനങ്ങൾ മേടിക്കാൻ മാർക്കറ്റിൽ പോയിരിക്കുകയാണ്, കുറച്ച് കഴിയുമ്പോൾ തന്നെ വരും എന്നൊക്കെ പറയാനാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഉമ്മച്ചി ഇനി വരുമ്പോൾ എന്തായാലും രാത്രിയാവും. ഇക്കാക്ക വന്നത് നന്നായി. ഞാൻ ആരും മിണ്ടാനില്ലാതെ ബോറടിച്ചിരിക്കുകയായിരുന്നു. ഇത്രയും കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടി. അപ്പം ഇത് ഈ സ്റ്റോറിക്ക് ഒരു 3rd പാർട്ട് കൂടെ ഉണ്ടായിരിക്കും. ആ 3rd പാർട്ടിന് ശേഷം ടെലഗ്രാമിൽ ഒരു പോർഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കുടനെ അതുമായിട്ട് കാണാം. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ചാനൽ. ഗുഡ് നൈറ്റ്, വിത്ത് ലവ്, അലീന.